ആയുർദോഷങ്ങൾ അകറ്റി രോഗങ്ങൾക്ക് ശമനവും ദീർഘായുസ്സും നൽകുന്ന മന്ത്രമാണ് മൃതസഞ്ജീവിനി മന്ത്രം. സംഹാരമൂർത്തിയായ പരമശിവന്റെ പ്രീതിക്കായാണ് മൃതസഞ്ജീവിനി മന്ത്രം ചൊല്ലുന്നത്. ചിട്ടയോടെയും ഏകാഗ്രതയോടെയും പൂർണ്ണ മനസ്സോടെയും ഈ മന്ത്രം ചൊല്ലി ശിവനെ ഉപാസിക്കുന്നത് ദീർഘനാളായുള്ള രോഗങ്ങൾക്ക് ശമനം നൽകാൻ സഹായകരമാണെന്നാണ് കരുതുന്നത്. മന്ത്രം: ഓം ജൂം സാ ഈം സൗ ഹംസ സഞ്ജീവിനി മമ ഹൃദയഗ്രന്ഥി പ്രാണം കുരു കുരു സോഹം സൗ ഈം സാ ജൂം അമൃതോം നമഃശിവായ. മൃതസഞ്ജീവിനി മന്ത്രത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു കഥ പുരാണത്തിലുണ്ട്. അസുരഗുരുവായ ശുക്രാചാര്യരുടെ അടുത്ത് നിന്നും മൃതസഞ്ജീവിനി മന്ത്രം പഠിച്ചെടുക്കാൻ ദേവഗുരുവായ ബൃഹസ്പതിയുടെ മകൻ കജനെ ദേവന്മാർ നിയോഗിച്ചു. ഇതനുസരിച്ച് കജൻ ശുക്രാചാര്യരുടെ ശിഷ്യനായി. എന്നാൽ ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയുമായി അനുരാഗത്തിലായ കജനോട് മറ്റ് അസുരന്മാർക്ക് ശത്രുതയായി. ഇതേ തുടർന്ന് ഒന്നിലധികം തവണ കജനെ അസുരന്മാർ വധിക്കുകയും എന്നാൽ ദേവയാനിയുടെ അഭ്യർത്ഥന പ്രകാരം മൃതസഞ്ജീവിനി മന്ത്രം ഉപയോഗിച്ച് ശുക്രാചാര്യൻ അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ഇതോടെ കജനോട് അസുരന്മാർക്ക് ഉണ്ടായ ശത്രുത ഇരട്ടിക്കുകയാണ് ചെയ്തത്. ശുക്രാചാര്യർക്ക് രക്ഷിക്കാനാവാത്ത വിധം കജനെ കൊലപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. ഇത്തവണ അവർ കജന്റെ ശരീരം അരച്ചു മദ്യത്തിൽ കലക്കി ആചാര്യന് കുടിക്കാൻ കൊടുത്തു. അങ്ങനെ കജൻ ശുക്രാചാര്യരുടെ ഉദരത്തിൽ ചെന്നുപെട്ടു. ധ്യാനദൃഷ്ടിയിലൂടെ കജൻ തൻ്റെ ഉദരത്തിലാണുള്ളതെന്ന് ശുക്രാചാര്യൻ മനസ്സിലാക്കി. മൃതസഞ്ജീവിനി യന്ത്രം ഉപയോഗിച്ച് കജനെ രക്ഷിച്ചാൽ തൻ്റെ വയറു പിളർന്ന് കജൻ പുറത്തു വരുന്നതോടെ താൻ മരണപ്പെടും എന്ന് മനസ്സിലാക്കിയ ശുക്രാചാര്യൻ ഒരു പരിഹാരം കണ്ടെത്തി. ഗുരു മൃതസഞ്ജീവിനി മന്ത്രം ഉറക്കെ ചൊല്ലി തൻ്റെ ഉദരത്തിലുള്ള കജനോട് അത് ഏറ്റുചൊല്ലി ഹൃദിസ്ഥമാകാൻ ആവശ്യപ്പെട്ടു. മൃതസഞ്ജീവിനി മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് പുനർജീവിച്ച കജൻ പുറത്തെത്തി ശുക്രാചാര്യർക്ക് അതേ മന്ത്രം ഉപയോഗിച്ച് ജീവൻ നൽകി. ദേവന്മാർ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയ സന്തോഷത്തോടെ കജൻ തിരികെ ദേവലോകത്തേക്ക് മടങ്ങി. പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ദേവന്മാർ വരെ അതിപ്രാധാന്യത്തോടെ കണ്ടിരുന്ന മന്ത്രമാണ് മൃതസഞ്ജീവിനി മന്ത്രം എന്ന് പുരാണങ്ങൾ പറയുന്നു.